ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ധനുഷ്കോടി ട്രിപ്പ് പാർട്ട് 2. അങ്ങനെ നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് റെഡിയായിട്ട് ധനുഷ്കോടിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നമ്മുടെ പോകുന്ന വഴിക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അത് 6 മണി കഴിയുമ്പോഴത്തേനുമാണ് ഓപ്പൺ ആക്കത്തുള്ളൂ. അതുവരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നേരത്തെ വന്നതുകൊണ്ടിട്ട് അവിടെ കുറേ നേരം നിർത്തിയിടേണ്ടി വന്നു. പിന്നെ 6 മണി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടികളെ കയറ്റി വിടാൻ തുടങ്ങി. അപ്പോൾ നമ്മളും വണ്ടി എടുത്ത് നേരെ പോവാണ്. നല്ല ഇരുട്ടാട്ടോ. അപ്പോൾ രാവിലെ സൂര്യോദയം ധനുഷ്കോടി പോയി കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് നമ്മളീ പോകുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പം ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ പുറകെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡ് കിട്ടുന്നതനുസരിച്ചിട്ട് ഓരോന്ന് നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്ത് നേരെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെട്ടത്തിലാണ് നമ്മളീ പോകുന്നത്. പിന്നെ പയ്യെ പോകാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് നേരം വെളുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നിറ വ്യത്യാസം കണ്ടോ? ആകാശത്തിന്റെ അതാ. പിന്നെ ഇവർക്ക് ഇതുവഴി നേരെ ഒരു 24 കിലോമീറ്റർ വല്ല പാലം പണിതാൽ നമ്മൾ ശ്രീലങ്കയിൽ പോയി കാണാമായിരുന്നു. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് കാറിലങ്ങ് പോകാൻ ശ്രീലങ്ക. മറ്റൊരു ഇതുവഴിയല്ലേ വന്നത്. ട്രാവലർ പട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. അപ്പോൾ ഓൾറെഡി വണ്ടികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി കുറേ നേരം കഴിയുമ്പോൾ വീണ്ടും നല്ല തിരക്കുകൾ വരും കേട്ടോ. അപ്പം ആദ്യം വണ്ടി പോയ വണ്ടികൾ ആദ്യം തന്നെ പാർക്ക് ചെയ്യുവാണ്. അപ്പം നമ്മളും അവിടെ ഒരു സൈഡ് കിട്ടിയപ്പോഴത്തേനും അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങി ഒരു ഇച്ചിരി ഫ്രണ്ടിലേക്ക് നടന്നാൽ മതി, നമുക്ക് അതിൻ്റെ അറ്റത്തെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നടക്കുവാണ്. തൊപ്പിയാണോ? ചെറുതായിട്ട് നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ നടക്കുവാണ്. രണ്ട് ആൾക്കാരൊക്കെ അത്യാവശ്യം റോഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ പുറകിൽ നിന്ന് വന്നവർ വീണ്ടും കയറി വരുന്നുണ്ട്. നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പറഞ്ഞ പോലെ സൂര്യോദയമൊക്കെ കാണാനായിട്ട് വന്നേക്കുവാണ്. സോ അങ്ങനെ നമ്മൾ ധനുഷ്കോടി കണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ധനുഷ്കോടി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമല്ലായിരുന്നു കേട്ടോ. പണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുന്ന കണ്ടപ്പോഴത്തേന് എനിക്ക് ധനുഷ്കോടി പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഇത്ര പെട്ടെന്ന് പോകുന്നോ അതോ പിന്നത്തെ എൻ്റെ ട്രിപ്പുകളിലൊന്നും ധനുഷ്കോടി സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അപ്പം ബിബിനും ജിതിയും കൂടിയാണ് ഇത് സെറ്റ് ചെയ്തത്. അത് പോകുന്നു നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ട്രിപ്പാട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ. അതുപോലെ തന്നെ ധനുഷ്കോടി ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അത് കണ്ടതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ താഴെ ഇത് കെട്ടിയിട്ടിട്ട് താഴെ കുറേ സ്ഥലങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അവിടെ താഴേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അത് ഫുള്ളിങ്ങനെ സൺറൈസിൽ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ 8 നില അടിച്ചാലോ? ജോഷ എന്നാ പറഞ്ഞേ? പോലീസാന്ന്? സ്പൈഡർമാനാവും. എന്നിട്ട് വേണോ പോലീസാകാൻ? എന്താ
നമ്മൾ മാത്രമല്ല എല്ലാവരും ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമല്ല സൂര്യോദയം കാണാനായിട്ടാണ്. അപ്പം സൂര്യൻ വന്നു, അത്യാവശ്യം വെളിച്ചമൊക്കെ വന്നു. പക്ഷേ സൂര്യൻ ഈ മേഘക്കിടയിൽ നിന്ന് പൊങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ക്യാമറ എടുത്തിട്ട് കുറേ നേരം നിൽക്കുന്നു. പക്ഷേ ഇതുവരെ സൂര്യൻ പൊങ്ങിയില്ല. ഒരു അരമണിക്കൂറിൻ്റെ അടുത്തെങ്കിലും നമ്മൾ ഈ ക്യാമറ പൊക്കി പിടിച്ചിരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ശശിയാക്കി സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേനും അവിടെ കടകളൊക്കെ ഓപ്പൺ ആവാൻ തുടങ്ങി. ഇത്ര നേരം അവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ, അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാമേശ്വരത്തിൻ്റെ അതുപോലെ തന്നെ ധനുഷ്കോടിയുടെ ഓരോ മാഗ്നറ്റ് ഉണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കണേ, അത് രണ്ടെണ്ണം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ കാണാൻ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ധനുഷ്കോടിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം, ഈ ധനുഷ്കോടിയുടെ അർത്ഥം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുസിൻ്റെ അറ്റം എന്നാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രേതനഗരം എന്നറിയപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 രാമേശ്വരത്ത് ഭയങ്കരമായിട്ടുള്ള ചുഴലിക്കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ ചുഴലിക്കാറ്റിൻ്റെ ഇതിനകത്ത് കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പണ്ട് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് ബോട്ടുണ്ടായിരുന്നു. അപ്പം ആ ബോട്ടിൽ കയറി നമുക്ക് നേരെ ശ്രീലങ്കയിലൊക്കെ പോകുമായിരുന്നു. നല്ല രസമുള്ള വഴിയാട്ടോ അവിടുത്തെ. ഇങ്ങനെ നല്ല റോഡും രണ്ടു വശത്തും ഭയങ്കര കടലും അതുപോലെ തന്നെ നല്ല വൈറ്റ് സാൻഡൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മൾ പിന്നെ രാവിലെ ഇറങ്ങിയത് കാരണം നമുക്കത്ര വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കടലിലൊക്കെ ഇറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ ഒടുക്കുവാണ് വണ്ടി. ഇപ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് മാറി കുറച്ച് കയറി. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ വന്ന് നിർത്തിയതാണ്. ജോഷി പുറകോട്ട് പോകുന്നു. അല്ല, അത് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേന് കാഞ്ഞിരപ്പള്ളി ഉണ്ട്. ഇനി എപ്പോഴാ വരുന്നേ? ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞില്ല, എല്ലാവരും എളിമൂത്ത് വന്നെങ്കിലല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ പിടിച്ചു, മധുര, രാമേശ്വരം, ഇനി അടുത്തത് ഊട്ടി. കുഞ്ഞ് ഊട്ടി പോയിട്ടില്ല. ഊട്ടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചേക്കാതെ ദൈവമേ. രാവിലെ നോൺ വെജിറ്റേറിയൻ ഇല്ല. ഇപ്പൊ മീൻ കിട്ടുവാണെങ്കിൽ മീൻ തിന്നാം. ആ മീൻ അല്ലടി, ഇതാ മീൻ. ഞാനത് ആദ്യമേ ആൾക്കാരല്ലടാ നടന്നു വരുന്നേ വെള്ളത്തിൽ കൂടെ.
അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ മെയിൻ്റെയൊക്കെ. പക്ഷേ രാവിലെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒന്നും തുറന്നിട്ടില്ല. കുറേ കഴിയുമ്പോഴായിരിക്കും തുറക്കുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. ഇവിടെ എല്ലാം വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. മീനിൻ്റെ പണി എന്നെ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഈ രാമേശ്വരത്ത് പ്രേതനഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറയുവാണെങ്കിൽ 1964 രാമേശ്വരത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആ സമയത്ത് നശിച്ചിട്ടുണ്ടായിരുന്നു. ജനവാസമൊന്നും ഇല്ലാത്ത അല്ലാണ്ടാണ് ഇപ്പോൾ അവിടെ തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഒരു 5-6 മണിയാകുമ്പോഴത്തേനും ഇവരൊക്കെ തിരിച്ചു പോകും. അപ്പോഴാണ് അവിടുത്തെ ഗേറ്റ് അടയ്ക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് അത് തുറക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. അപ്പോൾ ഈ 1964 ഡിസംബർ 22-നാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായത്. അപ്പോൾ കണക്കുകൾ പ്രകാരം നോക്കുവാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 1800 പേരും മരിച്ചു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും പള്ളിയൊക്കെ കാണാൻ, അന്ന് ഒലിച്ചു പോയ പള്ളിയൊക്കെ കാണാനായിട്ടാണ്. അപ്പോൾ നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഈ ചുഴലിക്കാറ്റുണ്ടാകുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന 115 യാത്രക്കാരും ഈ പാസഞ്ചർ ട്രെയിൻ ഉൾപ്പെടെയാണ് ഒലിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ ഇപ്പോഴും ഗോസ്റ്റ് ടൗൺ എന്നും പറഞ്ഞത്, അതായത് പ്രേതനഗരമായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത്. പള്ളിയെല്ലാം തകർന്നു പോയത്. ജോഷ ഇവിടെ ഫോട്ടോ എടുത്ത് പോവുക. ജോഷേ അന്ന് വെള്ളം കയറിപ്പോയതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാർ വന്ന് ഇത് മുഴുവൻ കണ്ടിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതൊരു പള്ളിയാണ്. അതിൻ്റെ അകത്ത് മറ്റേ കുരിശൊക്കെ ഇരിക്കുന്ന സ്ഥലവും ആൾക്കാരെയും അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അവശിഷ്ടമായിട്ട്. അപ്പം ഇത് ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാരൊക്കെ വരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൊരു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ജോഷ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ജോഷ എൻ്റെ ഒരു ഫോട്ടോ എടുത്താ. ജോഷ എൻ്റെ ഒരു ഫോട്ടോ എടുക്കോ? എൻ്റെ ഒരു ഫോട്ടോ എടുത്തടാ. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്ന് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ട്രെയിൻ ഒലിച്ചു പോയെന്നൊക്കെ. അപ്പം ആ ട്രെയിൻ ഒലിച്ചു പോയ സ്ഥലവും അതുപോലെ തന്നെ ആ ട്രെയിനിൻ്റെ പാളമൊക്കെയാണ്. ഇപ്പം അവിടെ വണ്ടിയൊന്നും പോകുന്നില്ല. അതൊക്കെ അവശിഷ്ടങ്ങളായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ராத்திரி போய் பேசக்கூடாது.
അങ്ങനെ നമ്മൾ റെയിൽവേ പാളത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് അവിടെ നേരെ ഫ്രണ്ടിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് സാധനങ്ങളൊക്കെ നോക്കി അവിടുത്തെ കടയൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടെ നിൽക്കാൻ പറ്റുമോ നമുക്ക്? നീയേ ചെയ്തുള്ളൂ. അല്ല ബിസ്ക്കറ്റ് മറ്റേ ഇതിരിപ്പുണ്ട് ഓറിയോ. ഇതിന്റെ മകളെന്ത് ചെയ്യടി? ബാറ്ററിയോ? ചേട്ടൻ അവക്കാണ് ചേട്ടനെ മാത്രമേ ഇഷ്ടമുള്ളൂ. വെള്ളം ചെയ്തിട്ടാണ് വെള്ളം. കയറാൻ പറ്റുമോ നോക്കാം. ഫോട്ടോ എടുത്തു, ഞാൻ വീഡിയോ എടുത്തോളാം. എന്തൊക്കെയോ കട്ടള വരെ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്നതിന്റെയൊക്കെ തിരിശേഷിപ്പുക. അങ്ങനെ നമ്മൾ തിരിച്ച് ഇനി റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാനായിട്ട്. സോ അങ്ങനെ നമ്മൾ റൂമെത്തി. അങ്ങനെ റൂമിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ രാമേശ്വരത്തിനോട് വിട പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പാമ്പമ്പാലത്തിലേക്ക് കയറുവാണ്. ഇപ്പോൾ പാമ്പമ്പാലം ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ എന്നറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ പാമ്പമ്പാലത്തിൽ പോയിട്ട് വിചാരിച്ചു കുറച്ച് നേരം അവിടെ നിർത്താമെന്നൊക്കെ. അങ്ങനെ നമ്മൾ പാമ്പമ്പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിർത്തിയപ്പോൾ കണ്ട കാഴ്ച കിട്ടുന്നത് നിറച്ച് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുവാണ്. നല്ല രസമുണ്ടത് കാണാനായിട്ട്. അപ്പോൾ അത് കാണാനായിട്ടും പിന്നെ പാമ്പമ്പാലം കാണാനായിട്ടൊക്കെ ആയിട്ട് നമ്മളവിടെ ചാടി ഇറങ്ങി. പറന്നു പോകുന്നു കാറ്റ. ഫോൺ
ജില്ലക്കാരി. ഇവിടുന്നൊക്കെ എന്നാ ഷോപ്പ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാകാത്ത. ഏതൊക്കെയാ? സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയും. ഒരു താനോസിനെ അങ്ങ് മേടിച്ചാലോ? നീയൊന്ന് സ്പൈഡർമാൻ കളിച്ചല്ലായിരുന്നോ പണ്ട്? വെല്ലിപ്പാടെ നിർക്കന്തലേക്ക് മറ്റേ ജോഷോ ചാടി സെറ്റ് ചെയ്യുന്ന ചാടി. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴി നമ്മുടെ പ്ലാനിങ് ഇനി നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റി. ബിബിൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരും ഇവിടെ ഉണ്ടായിരുന്നു ധനുഷ്കോടിയിൽ. അപ്പോൾ അവർ പറഞ്ഞു അവർ ഗ്ലാസ് ബോട്ടിൽ കയറാൻ പോവാന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് നമ്മളും ഇതാക്കണം, നമുക്കും നേരെ ഗ്ലാസ് ബോട്ടിൽ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ കയറാനായിട്ട് പോവാണ്. അവിടെ ചെല്ലുന്നതിനപ്പുറം അതിന്റെ ഫിലിം തീർക്കരുത്. ആ ഇത് മേടിച്ച് സോളാറിന് പറഞ്ഞ വീട്ടിൽ വെച്ചാലോ കുഞ്ഞി? ഇതൊരെണ്ണം വീട്ടിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നാട്ടുകാർക്കൊക്കെ ഇച്ചിരി കറണ്ട് വിലക്ക് കൊടുക്കായിരുന്നു. ரொம்ப പ്രമാദமான ഗ്രാമം. അയ്യോ എല്ലാം മരുവിലാണ്ടാ കുറെ ചെമ്പരിയാടുകൾ. ഇവിടെയൊക്കെ നമ്മൾ ജീവിക്കണം. അല്ല അവിടെ അല്ല പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒന്നും വലിയ നമ്മള് നല്ല കുറെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഇവിടെ ഒരു സാധനമൊക്കെ കിടക്കണം. ഈ കരിമ്പന ഭയങ്കര ലുക്കാ. കൊച്ചു ചിരിച്ചോ? ആ അതെനിക്ക് മനസ്സിലായി, നീ ചിരിക്കുക. കാരണം പപ്പ വല്ലതും പറയുമ്പോ ചിരിച്ചാലേ ഉള്ളൂ, വല്ല മേടിച്ചു തരുള്ളൂ. പറയുമ്പോ എന്നാലും ചിരിച്ചോണം കേട്ടോ. അവര് മരമൊക്കെ വെച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നതൊക്കെ എല്ലാം ഹൈവേ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈവേയിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കൂടി ഉള്ളൊരു വഴി കൂടിയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പുറകെയാണ് വെച്ച് പിടിച്ച് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേനും നല്ല കുറേ വഴികൾ കൂടി ആയിട്ടോ പോയത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നോർമലി കാണാത്ത കുറേ വഴികളായിരുന്നു. ഈ തമിഴ്നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് രസമാണ്. കേരളം ഭയങ്കര ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നൊക്കെ പറയണ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് തമിഴ്നാട് നല്ല അടിപൊളിയാണ്. കാരണം ഈ ഉള്ളിലേക്ക് പക്ഷെ ഭയങ്കര വെയിലാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പകരം പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ കൊണ്ട് നമ്മൾ കരിഞ്ഞു പോകും. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണ് ഉള്ളിലേക്കൊക്കെ ഉള്ള വഴിയെന്ന് അറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ യാത്രകൾക്ക് അവസാനം നമ്മളിത് ഗൾഫ് ഓഫ് മന്നാറിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു നല്ല രസമുള്ളൊരു ബീച്ചാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ കിടക്കുന്ന കുറേ ബോട്ടുകളുണ്ട്. ആ ബോട്ടിൻ്റെ അകത്ത് ഗ്ലാസ് ഉണ്ട് താഴെ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് മീനിനെയൊക്കെ കണ്ട് അവിടെ ഒരു ഐലൻഡിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. രാമേശ്വരത്തിനും തൂത്തുക്കുടിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് നിന്നെങ്കിലും അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വന്നത്. 3 മണിക്കായിരുന്നു അടുത്ത ബോട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ പിന്നെ ബോട്ടിങ് കയറിയിട്ടില്ല. നേരെ അവിടെ ഒരു കടയിൽ കണ്ടു. അവിടെ നിന്ന് കുറേ ഫിഷ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോന്നു. ഫിഷ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.